എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി സാരീസിന്റെ പുതിയ കുറച്ച് കളക്ഷൻസ് അല്ല, ആക്ച്വലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാരീസ് ആണ്. നമ്മൾ ഈ കാണിക്കുന്ന സാരീസ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട്, അതായത് സെയിം ആയിട്ട് തന്നെ വേണമെങ്കിലും അല്ലെങ്കിൽ കളർ കോമ്പിനേഷനോ എന്തെങ്കിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തിയോ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ ഇത് ഓൾറെഡി കസ്റ്റമേഴ്സിന് ചെയ്തെടുത്ത സാരികളാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ അല്ല, പക്ഷെ നമുക്ക് റിപ്ലിക്ക ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സാരീസ് നമുക്ക് കാണാം. വൈറ്റ് കളറിലെ സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ഷാഡോ വർക്ക് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിന്റെ പല്ലു പോർഷന്റെ മെയിൻ എൻഡിൽ വരുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 2 ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട്, പിങ്കിന്റെ തന്നെ ഡാർക്ക് പിങ്കും വൈറ്റ് കൂടെ ഉള്ളതും അതുപോലെ ലൈറ്റ് പിങ്കും വൈറ്റ് കൂടെ ഉള്ളത്, അങ്ങനെ 2 ഡബിൾ ഷെയ്ഡ് ത്രെഡും പിന്നെ ഈ ഡാർക്ക് പിങ്കിന് ഇടയ്ക്ക് വരുന്ന ഒരു പർപ്പിൾ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ട്. ആ ഷെയ്ഡിന്റെ സിംഗിൾ കളർ ത്രെഡും യൂസ് ചെയ്ത്, അങ്ങനെ 3 കളറിലെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവറിന് ഈ ഡിസൈൻ കളേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഗ്രീൻ എലമെന്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചെറിയ പേൾ വർക്കും സാറ്റിൻ സ്റ്റിച്ചിന്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹൈലൈറ്റും ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ തന്നെ നമ്മൾ കുറച്ചുകൂടി ചെറിയ സൈസിലൊക്കെ വേറെ കളർ കോമ്പിനേഷനിൽ നേരത്തെ ചെയ്തിട്ടുള്ള ഡിസൈനാണ്. ഇതിന്റെ പക്ഷേ സൈസ് കൂട്ടി നമ്മൾ ഈ സാരിയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ പല്ലുവിന്റെ ഉൾവശത്ത് വരുന്നത് പോലെ ഈ 2 ഫ്ലവർ വരുന്ന ഒരു പാറ്റേണിൽ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പല്ലുവിന്റെ എൻ പോർഷനിൽ വരുന്ന ഡിസൈൻ. ഇന്നത്തെ ഡിസൈൻ വരുന്നത് ഈ റണ്ണിങ് പോർഷനിൽ വരുന്ന പോലെ നമ്മൾ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് പല്ലുവിന്റെ പുറകോട്ട് കിടക്കുന്ന ഭാഗത്ത് ഒരു ഗ്യാപ്പിൽ വരുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. നമ്മൾ ഉള്ളിൽ കൊടുത്ത പോലെ തന്നെ 2 ഫ്ലവർ ഉള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ചെസ്റ്റ് പോർഷനിലോട്ടാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ 3 ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 ഫ്ലവർ വീതമുള്ള ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഫ്ലവറിന്റെ ഷാഡോ മുകളിലേക്ക് വരുന്നത് കൊണ്ട് ഇങ്ങനെ കാണിക്കാം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണും. ഇങ്ങനെയാണ് 3 ഡിസൈൻസ് വന്നിരിക്കുന്നത്. 3 ഫ്ലവർ വീതം. ഇതിനകത്ത് ഈ ഒരു 3 ത്രെഡും വെച്ചിട്ട് ഓരോരോ ഫ്ലവേഴ്സ് വരുന്ന ഓരോ ഡിസൈനിലും ഡാർക്ക് പിങ്ക് വെച്ചുള്ള ഫ്ലവർ, ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് സെൻട്രൽ പോർഷനിൽ സിംഗിൾ കളർ ത്രെഡ് വരുന്നത് പോലെ, അങ്ങനെ 3 ത്രെഡ്സും യൂസ് ചെയ്ത് ആ ഒരു പേൾ വർക്ക് ഹൈലൈറ്റ് ഒക്കെ കൊടുത്താണ് നമ്മൾ ഈ ഒരു ചെസ്റ്റ് പോർഷനിലെ 3 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ബോട്ടം പോർഷൻ മുമ്പ് നമ്മൾ കുറച്ചൊരു ബാക്ക് സൈഡ് വരുന്നത് പോലെ, അതായത് സാരിയുടെ ഹാഫ് പോർഷൻ മുമ്പായിട്ട് ബാക്ക് സൈഡ് വരുന്നത് പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ബോട്ടം പോർഷനിൽ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം പോർഷനിൽ നമ്മൾ സ്റ്റാൻഡിങ് പോസിൽ ഇതുപോലത്തെ 2 ഫ്ലവർ ഉള്ള പോലത്തെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ഫ്ലവറുള്ള, ഞാൻ തിരിച്ചാണ് സാരി പിടിച്ചിരിക്കുന്നതുകൊണ്ട് തിരിഞ്ഞായിരിക്കും ഡിസൈൻസ് കാണുന്നത്. ഇങ്ങനെയാണ് സ്റ്റാൻഡിങ് പോസിലാണ് ഈ ഒരു 3 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 3 ഡിസൈൻസ് സ്റ്റാൻഡിങ് പോസിൽ 2 ഫ്ലവർ വീതം ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടുത്ത് വരുമ്പോൾ ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ വരുന്നത് പോലെയാണ് ഈ ഒരു 3 ഡിസൈൻസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് ലെഗ് പോർഷനിൽ, അതായത് നമ്മുടെ ഫ്ലീറ്റ്സിന് മുമ്പായിട്ട് കാലിൻ്റെ അവിടെ വരുന്നത് പോലെ നമ്മൾ പല്ലുവിൻ്റെ എൻട്രി കൊടുത്ത പോലെ തന്നെ ഒരു വലിയ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ചെയ്തിട്ടുണ്ട്. സിൽക്കി കോട്ട ഫാബ്രിക് തന്നെയാണ്. വൈറ്റ് ഫാബ്രിക്കിൽ നമ്മൾ ഈ ഒരു പല്ലുവിലെ ഉള്ളിലെ എൻഡിലും ഒക്കെ ഇടയ്ക്ക് ഫ്ലീറ്റ്സിന് ഇടയ്ക്കും ഒക്കെ കണ്ട ഒരു പാറ്റേണിൽ 2 ഫ്ലവർ വരുന്നൊരു പാറ്റേണിലാണ് നമ്മൾ ബ്ലൗസിന്റെ സ്ലീവിൽ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സാരിയിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ബേബി യെല്ലോ കളറിലെ ഓർഗൻഡി സാരിയിൽ എംബ്രോയിഡറി ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു നമ്മൾ പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ആണെങ്കിലും ലീവ്സ് ആണെങ്കിലും ചെയ്തിരിക്കുന്നത്. 2 ഫ്ലവേഴ്സ് ആണെങ്കിലും ലീഫ് ആണെങ്കിലും 2 ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടൊരു ചെറിയ ഹൈലൈറ്റ്, യെല്ലോ ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു ഹൈലൈറ്റ് ആ ഫ്ലവേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു പെയിൽ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ്. നമുക്കൊരു ക്രീമിന്റെ കുറച്ചുകൂടി ഡാർക്കർ വേർഷൻ ആ ഒരു ടൈപ്പിലെ വരത്തുള്ളൂ. ഒരു ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ്. നമുക്കിപ്പം ഓർഗൻഡിയിൽ കോമൺ ആയിട്ട് വരുന്ന 3 ഷെയ്ഡ്സ് ആണ്. ഈ ഒരു ബേബി യെല്ലോ ഷെയ്ഡ്, അതുപോലെ ഒരു ബേബി പിങ്ക് ഷെയ്ഡ്, വൈറ്റ് ഷെയ്ഡ്, ഈ 3 ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പല്ലുവിന്റെ മെയിൻ പോർഷൻ കാണുന്നത്. ഉള്ളിൽ വരുന്നിടത്ത് ഇതുപോലെ ചെറിയ ഡിസൈനും മെയിൻ പോർഷനിൽ 2 വലിയ ഡിസൈൻസുമായിട്ടാണ് ഇതിന്റെ പല്ലു ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഇതിന്റെ പല്ലുവിൽ വന്നിരിക്കുന്ന ഡിസൈൻസ്. ഇതിപ്പം അയൺ ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുത്തിരിക്കുന്ന വീഡിയോ, അതുകൊണ്ട് തന്നെ സാരി ഇപ്പം ഓർഗൻഡി ആകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് അത് ചുളുങ്ങും. ആ ചുളുങ്ങിയിരിക്കുന്ന ഒരു പാറ്റേണിൽ തന്നെ ഇപ്പം ഈ വീഡിയോയിൽ സാരീസ് കാണുന്നത്. പക്ഷെ നമ്മൾ അയൺ ചെയ്ത് സെറ്റാക്കും. അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സാരിയിൽ ഫിനിഷിംഗ് ആയിട്ട് വരികയും ചെയ്യും. അതുപോലെ നമുക്ക് എപ്പോഴും ഓർഗൻഡിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു സാറ്റിസ്ഫാക്ഷനും അതുപോലെ കാണുമ്പോൾ ഒരു കൂടുതൽ എലഗൻസും ഒക്കെ കിട്ടുന്നതും. കാരണം അതിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേക രീതിയിൽ, കാര്യം കൊടുക്കാനൊക്കെ ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് പറഞ്ഞാലും എപ്പോഴും നമുക്കൊരു റോയൽ ലുക്ക് വരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഓർഗൻഡി. പിന്നെ ഓരോ പ്രാവശ്യം ഉടുക്കുന്നതനുസരിച്ച് ഒതുങ്ങുകയും ചെയ്യും കേട്ടോ. ഫസ്റ്റ് ഈ ഇരിക്കുന്ന സ്റ്റിഫ്നെസ് പിന്നീട് വരത്തില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ വർക്ക് വരുന്നത്. ഇങ്ങനെ നമ്മൾ ആ പല്ലുവിൽ കണ്ടതുപോലെ തന്നെ 2 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നീളത്തിലുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കവറേജ് ചെസ്റ്റ് പോർഷന് വരും. ഇങ്ങനെയാണ് 2 ഡിസൈൻസ് വരുന്നത്.
ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഇപ്പം ഇതിന്റെ സൈസ് ഡിസൈൻസ് ഈ പറഞ്ഞ ഇതിന്റെ ചെറിയ സൈസിൽ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ സിംഗിൾ 4 ഫ്ലവേഴ്സ് മാത്രം വരുന്ന ഒരു പാറ്റേണിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഫുൾ പാറ്റേൺ വരുന്ന പോലെ നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു നമ്മുടെ ചാനലിന്റെ ഒരു തുടക്ക സമയത്ത് ചെയ്തിട്ടുള്ള ഡിസൈൻ ആണ്. അതിന്റെ ഒരു റിപ്പീറ്റ് ഓർഡർ ആണ്. അപ്പൊ നമ്പർ ഓഫ് ഡിസൈൻസും അതിന്റെ സൈസും ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. ഇതാണ് റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പം സ്റ്റാൻഡിങ് പോസിൽ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് പോർഷൻ ഡിസൈൻ വരുന്നത്. അതുപോലെ നമുക്കിപ്പം നേരത്തെ നമ്മൾ ഓർഗൻഡിയിൽ ബ്ലൗസ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പം നമുക്ക് വിത്ത് ബ്ലൗസ് ആയിട്ട് ഓർഗൻഡി മെറ്റീരിയൽ തന്നെ നമ്മൾ ബ്ലൗസും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ 3 ഷെയ്ഡ്സിൽ, അതായത് ഈ ഒരു ലെമണലോ ബേബി പിങ്ക് വൈറ്റ് നമ്മുടെ കയ്യിലുള്ള ഓർഗൻഡി ഫാബ്രിക് ഈ 3 ഷെയ്ഡാണ്. ഈ 3 ഷെയ്ഡിന് നമുക്ക് ബ്ലൗസ് അവൈലബിൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ ഷെയ്ഡ്സ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കൈ ബ്ലൂ ആണെങ്കിലും ലാവൻഡറിലാണെങ്കിലും ഒക്കെ നമുക്ക് നേരത്തെയൊക്കെ ഓർഡേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് ചെയ്യുന്ന അങ്ങനത്തെ മെറ്റീരിയൽ നമുക്ക് ബ്ലൗസ് അവൈലബിൾ അല്ല. നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ റോൾ ആയിട്ടുള്ള മെറ്റീരിയലിനാണെങ്കിൽ നമുക്ക് ഇതുപോലെ സെയിം മെറ്റീരിയൽ ബ്ലൗസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിന്റെ 2 സ്ലീവിലും ഇങ്ങനെ 3 ഫ്ലവർ പാറ്റേൺ വരുന്നത് പോലെ ഒരു ബ്ലൗസും ഈ ഒരു സാരിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ്. നമ്മൾ നേരത്തെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഇതിന് പല സൈസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു 4 ഫ്ലവറും മാത്രമല്ല, മുകളിലോട്ടുള്ള 3 ഫ്ലവേഴ്സ് ഇല്ലാതെ 4 ഫ്ലവർ വരുന്ന പോലത്തെ ചെറിയ ബഞ്ചസ് ആയിട്ട് ഈ ഡിസൈൻ നമ്മൾ ഷോർട്ടാക്കി ഒത്തിരി ചെയ്തിട്ടുണ്ട് വൈറ്റിലൊക്കെ. അതുപോലെ നമ്മൾ ഓർഗൻഡിയിൽ ഇതുപോലെ തന്നെ വലിയ ഫ്ലവർ ബഞ്ചസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തവണ നമ്മൾ ചെയ്തിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഇതിന് ഒരു ഡിഫറെന്റ് ആയിട്ട് കളർ കോമ്പിനേഷനിൽ നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ എപ്പോഴും ഈ പറഞ്ഞ നമുക്ക് കണ്ട് റിപ്പീറ്റ് ആയിട്ടാണ് ഓർഡേഴ്സ് കൂടുതലും വരുന്നത്. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്ന ഒരു ഓർഡറാണ്. അപ്പോൾ ഇതിന്റെ പല്ലു പോർഷന്റെ മെയിൻ എൻഡിൽ നമ്മൾ അടുപ്പിച്ച് 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതേ സൈസിലുള്ള 2 ഡിസൈൻസ് ആണ്. അത്യാവശ്യം ഒരു ഡിസൈൻ തന്നെ ഒരു കൈപ്പത്തിയേക്കാളും വരുന്ന ഡിസൈനാണ്. അങ്ങനത്തെ 2 ഡിസൈൻസ് ഏകദേശം അടുപ്പിച്ച് തന്നെ നമ്മൾ ഇതിന്റെ പല്ലു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല്ലുവിന്റെ ഉള്ളിൽ വരുന്നിടത്ത് ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെയാണ് ഉള്ളിൽ വരുന്ന പോർഷനിൽ 3 ഫ്ലവർ ബഞ്ച് വരുന്ന പോലത്തെ ഒരു കുഞ്ഞു ഡിസൈൻ ഇതിന്റെ ഉൾവശത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പല്ലു പോർഷൻ പോലെ തന്നെ സെയിം ആയിട്ട് 2 വലിയ ഫ്ലവർ ബഞ്ച് ഡിസൈൻ വരുന്നത് പോലെയാണ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലും ചെയ്തിരിക്കുന്നത്. ആ ഒരു കളർ കോൺട്രാസ്റ്റും അതുപോലെ ഡിസൈനിന്റെ വലുപ്പം ഒക്കെ കൊണ്ട് തന്നെ നല്ലതായിട്ട് ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകുന്ന ഒരു സാരി തന്നെയാണ്. നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സും ലീഫും എല്ലാം ചെയ്തിരിക്കുന്നത്. സെൻട്രൽ പോർഷൻ ഹൈലൈറ്റ് ആയിട്ട് ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ സെയിം ഡിസൈൻ സ്റ്റാൻഡിങ് പോസിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ. ഇതിനകത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ചില ഷെയ്ഡ്സിൽ മാത്രമേ ഇപ്പം കോട്ടൺ ചെക്കോട്ടയിൽ ബ്ലൗസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആ കളേഴ്സ് യൂസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൗസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാണിച്ച സാരീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഹാൻഡ് എംബ്രോയിഡറി മാത്രമല്ല നമ്മൾ മിഷൻ എംബ്രോയിഡറി വർക്കുകളും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നത് പോലെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഏത് കളർ കോമ്പിനേഷനിലാണ് നിങ്ങൾ പറയുന്ന ഏത് മെറ്റീരിയലാണ് നമ്മൾ വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇതുപോലത്തെ കൂടുതൽ കളക്ഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.